സുഹൃത്തുക്കളെ നമസ്കാരം. വിന്നേഴ്സ് ഓൺലൈൻ ഹണി അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിമന്യു ചാലക്കുടി. ഹണി അറിവിൽ നിന്ന് ഭാഗം 10. ഹണി ട്യൂബ് യാത്രകൾ ഉപയോഗിക്കാൻ സൗകര്യപ്രദമാണ് എന്തുകൊണ്ട്? ഹണി ട്യൂബ് എന്ന് പറഞ്ഞാൽ 8 ഗ്രാം കൊള്ളുന്ന ചെറിയ ചെറിയ ട്യൂബുകളാണ്. ഇത് നമുക്ക് നമ്മുടെ ബാഗിലിട്ട് ഓഫീസുകളിലോ ജോലി സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ, അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർ ടിഫിൻ ബോക്സ് ഇട്ട് കൊണ്ടുപോകാം. ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്മുടെ ഓരോ ലഞ്ച് ടൈമുകളിൽ അല്ലെങ്കിൽ ബ്രേക്ക് ടൈമുകളിലൊക്കെ നമുക്ക് ചായയിലോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാനീയത്തിലൊക്കെ നമുക്ക് കലർത്തി കഴിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ വല്ല ട്രക്കിങ്ങിനോ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്കായാലും ഇത് ഉപയോഗിക്കും. കൂടുതൽ എനർജി കിട്ടുന്നതിന് സഹായിക്കും. അപ്പോൾ മെയിനായിട്ട് വളരെ സൗകര്യപ്രദമായിട്ട് നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം 8 ഗ്രാമാണ് ഇതിൻ്റെ തൂക്കം വരുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പാക്കറ്റിലായതുകൊണ്ട് നമുക്ക് നമ്മുടെ പോക്കറ്റിലിട്ട് കൊണ്ടുപോകണമെങ്കിലും ബാഗിലിട്ട് കൊണ്ടുപോകണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഹണിയെക്കുറിച്ചുള്ള തേനെക്കുറിച്ചുള്ള പരമ്പര ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം തുടങ്ങി തേനീച്ചകളെ കുറിച്ചുള്ള ഹണി നോളജ് എന്ന് പറഞ്ഞ പുതിയൊരു പരമ്പര നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടേക്ക് വേണം. തേനീച്ചകളെ കുറിച്ചുള്ള 1 മാസം ഏകദേശം 100 ദിവസം നീണ്ടു നിൽക്കുന്ന 3 മാസം നീണ്ടു നിൽക്കുന്ന വലിയൊരു പരമ്പരയാണ് ഞാനിതിലൂടെ തുടങ്ങിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 10 ദിവസമാണ് ഹണി അറിവുകൾ എന്ന് പറഞ്ഞ് തേനുകളെ കുറിച്ചുള്ള അറിവുകളാണ് നമ്മൾ ഇതുവരെ ഷെയർ ചെയ്തത്. ഇനി അടുത്ത 10 ദിവസം നമ്മൾ വരുന്നത് തേനീച്ചകളെ കുറിച്ചാണ്. ബി നോളജ് എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ ആരംഭിക്കുന്നത്. അത് അടുത്ത 10 ദിവസം ഉണ്ടാവും. അപ്പോൾ ഈ അറിവുകളെല്ലാം, എൻ്റെ ഈ ചെറിയ അറിവുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതിന് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളുടെ ഷെയറും ലൈക്കുമാണ്. അപ്പോൾ അതിന് ഒരിക്കലും മടി കാണിക്കരുത്. അപ്പോൾ അതുകൊണ്ട് പുതിയ ഒരറിവുമായിട്ട് ഹണി നോളജുമായിട്ട് നമുക്ക് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.